കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ കരിയാപ്പ് മേഖലയിലേക്കാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഇത് ദീർഘകാലം മിച്ചഭൂമി ആയിരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ 18ഓളം വീട്ടുകാരുടെ ശ്രമഫലമായി 2 വർഷമായി പട്ടയം ലഭിച്ചിട്ട്, പക്ഷേ ഇവിടുത്തെ വീടുകളുടെ ഓരോ ശോചനീയാവസ്ഥ അധികൃതർക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യവുമായാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയത്. ഇവർ രണ്ടുപേരുടെയും വീടാണ്. പ്ലാസ്റ്റിക് കവറ് കൊണ്ട് മറച്ചിരിക്കുന്ന ഒരു വീട്. വീടിന് അപേക്ഷയൊക്കെ കൊടുത്തതായിരുന്നോ നേരത്തെ? 2 പ്രാവശ്യം കൊടുത്തതായിരുന്നു. ഓൺലൈനിലും കൊടുത്തു. നമ്മൾ മെമ്പർ നിശ്ചയിച്ചില്ലേ, ഓർഡർ പറഞ്ഞിട്ട് ഓൺലൈനിൽ അയച്ചു കൊടുത്തു. അപ്പൊ എന്താ പറയുന്നത്, എന്തുകൊണ്ടത് ആവാത്തെ? അന്ന് പറഞ്ഞു ഇപ്പം വേഗം ആവുന്നുണ്ട്. ഇതിടെ ഡിസൈനെ കണ്ടു. എന്നിട്ട് മെമ്പറോട് വീട്ടിൽ ചോദിക്കാൻ പറഞ്ഞു. മെമ്പർ പറഞ്ഞു ഞാൻ നോക്കാം, ലിസ്റ്റിൽ വന്നിട്ടുണ്ട് നോക്കാം. അതിന് ശേഷം അവൾ വിളിച്ചിട്ടുമില്ല വന്നില്ല. അതെ. അപ്പൊ നിങ്ങളുടെ ബാത്റൂമും ഒക്കെ ഉണ്ടോ? ഇല്ല, ഇതിനൂടെ ഒന്നുമില്ല. ഇല്ല, അതാ അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ബാത്റൂമാണ് അത്. അതിന് മുകളിലും പ്ലാസ്റ്റിക് മുകളിലും പ്ലാസ്റ്റിക്. ഇവിടെ ചുമരിനും എല്ലാം പ്ലാസ്റ്റിക് കവറുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ വീട്ടിന്റെ ആ ഒരു അവസ്ഥ മനസ്സിലാവും. ഇവിടെയാണ് ഈ ഒരു കുടുംബം കഴിയുന്നല്ലേ. ഗോപാലേട്ടനല്ലേ? ഗോപാലേട്ടൻ ഇപ്പോഴും പണിക്ക് പോകുന്നുണ്ടല്ലോ അല്ലേ? നാടൻ പണിയൊക്കെ എടുക്കുന്നുണ്ട്. കാലിന് എന്ന് പറ്റിയെന്ന് പറഞ്ഞ നേരത്തെ? കാലിന് വീണ്ടി 1 മാസം ആശുപത്രിയിലുണ്ടായി. പിന്നെ 4 മാസം കിടപ്പിലായിരുന്നു. ഒന്നും കഴിയാതെ സ്റ്റീലിട്ടിട്ടാ ഉള്ളത് കാലിനല്ലേ? ആ കാലും വെച്ചാണ് ഇപ്പൊ പണിയെടുക്കുന്നത്. കമ്പി ഇടുന്ന എടുത്തവരായില്ലേ? അതെ, 4 കിലോ കമ്പി ഉണ്ടാക്കാക്ക്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു വീട്ടിന്റെ അവസ്ഥയുള്ളത്. അപ്പൊ ഇതൊന്ന് അധികൃതരുടെ മുന്നിലേക്ക് ഇവരുടെ ആ ഒരു അവസ്ഥ, ആ ഒരു വിഷമം എത്തിക്കുക. ഒരു വീട് വേണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ? കൊറേ വർഷമായി. എത്ര വർഷമായി ഇവിടെ വീട് വെച്ച് നിൽക്കാൻ? 20 കൊല്ലമായി. ആഹാ, ഇല്ല കരയാൻ പാടില്ല. നമുക്ക് എല്ലാവരുടെ മുന്നിലും എത്തിക്കാം, എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ അല്ലെ? അതുണ്ട്, വിഷമിക്കാൻ പാടില്ല. ഒരു മോൻ കല്യാണം കഴിക്കാനുണ്ട്, വീടില്ലാതുകൊണ്ട് തുടങ്ങുന്നു. അറിയാം, നമുക്കൊരു വീടുണ്ടാവുക എന്നുള്ളത് എപ്പോഴും ഒരു സ്വപ്നമാണ്. അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു ഇടം സുരക്ഷിതമാവുക എന്നുള്ളത് നമ്മുടെ അവകാശം കൂടിയാണ്. അതെ, അത് നമ്മുടെ ഒരു അവകാശം കൂടിയാണ്. അപ്പോൾ ഇത്രയും വിഷമമുള്ളൊരു അവസ്ഥയാണ് പ്രേക്ഷകരുടെ മുന്നിലേക്കും അതുപോലെ അധികൃതരുടെ മുന്നിലേക്കും വെക്കാനുള്ളത്. ഗോപാലേട്ടൻ്റെ വീട് പോലെ തന്നെ ഇവിടെ നിരവധിയായ വീടുകളുടെ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ആസ്പെറ്റോ ഷീറ്റും അതുപോലെ പ്ലാസ്റ്റിക് കവറുകളും ഒക്കെ മറച്ച വീടുകൾ, ബാത്റൂം സൗകര്യം പോലും ഇല്ലാത്ത വീടുകളൊക്കെ ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ആളുകൾ ഈ ഒറ്റമുറി കൂരയിലൊക്കെ കഴിയുന്നു എന്നുള്ള ഏറ്റവും ഖേദകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഈ കരിയാപ്പ് മേഖലയിൽ നിന്ന് എത്തിക്കാനുള്ളത്. ഇവിടെ ലൈഫ് ഭവന പദ്ധതിയിലൊക്കെ വീട് നൽകാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഈ മിച്ചഭൂമി പിന്നീട് പട്ടയമൊക്കെ ആയപ്പോൾ അളന്നപ്പോൾ കുറച്ച് സ്ഥലം അധികം വരുന്നു. അപ്പോൾ ഇവരെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇവർക്കൊരു ലോൺ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. കാരണം ഈ പറയുന്നത് പോലെ പരിമിതമായ ജീവിത സാഹചര്യമാണുള്ളത്. തൊഴിലുറപ്പിന് പോവുകയും അതുപോലെ കൂലിപ്പണിയൊക്കെ പോകുന്നവരാണ്. അവർക്ക് തിരിച്ചടക്കാൻ പറ്റുമോ എന്നുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ ബാങ്ക് ലോൺ കൊടുക്കാൻ വരെ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അടച്ചുറപ്പുള്ള വീട് എന്ന് പറയുന്ന അവരുടെ അവകാശത്തിന് ഇനി എവിടെ പോയി മുട്ടണമെന്നാണ് അറിയാത്തത്. അവരുടെ ആ ഒരു വേദനയാണ് കാണിക്കാനുള്ളത്. എനിക്ക് 36 കൊല്ലമായി ഇവിടെ വന്നിട്ട്. പട്ടയം ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ 2021 പട്ടയം, ഞങ്ങളുടെ പല ശ്രമത്തിൻ്റെ ഫലമായിട്ട് പട്ടയമാക്കിയെടുത്തു. പിന്നെ ഇപ്പോൾ അതുപോലെ തന്നെ ഒരു 1-2 വീട്ടുകാർ ഇനി പട്ടയം ഇല്ലാത്തവരുണ്ട്. പിന്നെ വീടില്ലാത്തവർ, അതുപോലെ തന്നെ ചെറ്റക്കുടിലുള്ളവർ, കക്കൂസില്ലാത്തവർ, അങ്ങനെ കുറേ ഇങ്ങനെയുണ്ട്. നമ്മുടെ ഈ കരിയാപ്പ് എന്ന് പറഞ്ഞ നാടിൻ്റെ ഒരു ശോചനീയാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി നോക്കി എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഇതുപോലെയുള്ള എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, കാരണം വാർത്തയിലും ഇതിലൊന്നും നമ്മളിങ്ങനത്തെ ഒന്നും കാണുന്നില്ല പ്രദേശം. ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ട് ഞാനിത് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. ഇങ്ങനെ ഇത് അന്വേഷിക്കാൻ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പറയുന്നു. ഇവിടെ എല്ലാം പൊത്തുകളാണ്, പാമ്പുകളാ അതൊക്കെ വരുമ്പോൾ നമുക്ക് പേടിയാണ്. അതിലാണ് നമ്മളിങ്ങനെ കഴിയുന്നത്. ഇതുണ്ട്, ഇവിടെ കൊണ്ട് ഇടിഞ്ഞു പോയിക്കോട്ടെ സാർ. ഇതുണ്ടോ ഞാൻ എന്തെങ്കിലും വെച്ച് മറച്ചു വെച്ചേക്കോ ഇങ്ങനെ. അത് മഴ പെയ്തപ്പം ഇവിടുന്ന് വെള്ളം ഇവിടുന്ന് ചോർന്നു വന്നിട്ടുണ്ടോ, ഇടിഞ്ഞു പോയി. അങ്ങനത്തെ അവസ്ഥ നമ്മളിപ്പോൾ കഴിയുന്നത്. ഞാൻ കുറേ അപേക്ഷ കൊടുത്തു. കുറേ അപേക്ഷ കൊടുത്തോണ്ട് ഇനി അടുത്തിട്ട് തന്നെ ഇരിക്കുന്നതാണ്.
ഇനി എനിക്ക് അതിന് കൊടുക്കാൻ കഴിയില്ല. അപേക്ഷക്കായിട്ട് എനിക്ക് ഒരു കളി കളിക്കാൻ കഴിയില്ലാണ്. പിന്നെ ഞാൻ രണ്ടാമത് ഒരു അപേക്ഷ വെച്ചിന് നമുക്ക് 1 ലക്ഷം റുപ്യ കിട്ടും ഈ മേൽക്കൂര മാറ്റം. അതും എനിക്ക് അവർ തള്ളി. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏടിയും കാറണ്ട. ഈ ആ അറിയാൻ കാണില്ലേ, അതേപോലെയാണ് ഇത്. ചളി പുളിയായിട്ട് അത് ഇവരെ കാണുന്നല്ലേ. ചളി പൊളി പറഞ്ഞാൽ നമുക്ക് വെച്ച വെള്ളം കുടിക്കാനാവില്ല. ഇപ്പം ഞാൻ ഈ അടുപ്പൊന്നും ഉണ്ടായിട്ടാ. ഇപ്പം ഇത് കെട്ടിയിട്ട് തന്നെ 1 മാസമായിട്ടു. ഈ അടുപ്പ് ഒരാളെ കൊണ്ട് പറഞ്ഞ് കെട്ടിയിട്ട് 1 മാസമായതേ. വേറെ ആളെങ്ങനെ ഇതാക്കിയിട്ട് അത്രയും ഗതികെട്ട അവസ്ഥയിലാണ് മഴക്കാലം വന്നു കഴിഞ്ഞാൽ. പേടി എനിക്ക് മഴക്കാലം വരുമ്പോൾ. ഇപ്പം ദേശം ഉണക്കുണ്ട്. ഇതല്ലേ ചളി ഇത് വരലേ ഉണ്ടോ, ഇത് നല്ല ചളി വരലേ. ഒരുപാട് കാലമായിട്ട് മെച്ചഭൂമിയിൽ താമസിക്കുന്ന ആൾക്കാരാണുള്ളത്. അവർക്ക് പട്ടയം ലഭിക്കാതെ ഒരുപാട് കാലം നിന്ന് ഇപ്പോഴും പട്ടയം ലഭിക്കാത്ത ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ അവർക്ക് പട്ടയം കിട്ടാത്തതുകൊണ്ട് തന്നെ വീട് കിട്ടുന്നില്ല. വീടുള്ളവർക്ക് വീട്ട് നമ്പർ കിട്ടുന്നില്ല. നല്ല ബാത്റൂമില്ല. വികസനം എത്തി നോക്കാത്ത ഒരു സ്ഥലമാണ്. വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെയും ഇപ്പോൾ ഫ്ലാറ്റ് സമുച്ചയവും മറ്റ് വലിയ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും വീടില്ലാതെ, ബാത്റൂം ഇല്ലാതെ, കിടക്കാനൊരു കട്ടിലോ അടച്ചുറപ്പൊരു വാതിലോ ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ പ്രദേശത്തെ ജനങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. എന്നാ ചെയ്യുന്ന ആരും സഹായിക്കാൻ നോക്കാനൊന്നുമില്ല. വീട് പാസ്സായതായിരുന്നോ നേരത്തെ? ആ പാസ്സായതായിരുന്നേ. അവർ പിന്നെ അത് വേറെ കൊടുത്തു. ഫ്ലാറ്റ് തരാമെന്നൊക്കെ പറഞ്ഞു. ഫ്ലാറ്റ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സ്ഥലം ആക്കി കിണറും വെള്ളം എല്ലാം ആക്കി കഴിയും. പിന്നെ ഫ്ലാറ്റ് കിട്ടിയാൽ 3 സെൻറ്റ് ഇട്ട് കാര്യമില്ലല്ലോ, പിള്ളേരില്ലേ. അത് ചേട്ടൻ പറഞ്ഞു അത് വേണ്ട, ഞങ്ങൾക്ക് ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഒരു വീട് വേണം. എൻ്റെ സ്ഥലം അപ്പുറത്ത്. എനിക്കും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ബാത്റൂമില്ല, വീടില്ല. അതായപ്പം പിള്ളേർക്കൊരു കല്യാണമൊക്കെ ഇറങ്ങി തന്നെ ഒരു വീടും സൗകര്യമൊന്നും ഇല്ലല്ലോ, റൂമില്ല.